ഇത് കണ്ടിട്ട് ഞെട്ടിയ. അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? കേച്ചേരി അല്ല, തൃശ്ശൂരല്ല, കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഒരു സാധനം കഴിക്കാനാണ് പോണത്. നമ്മളൊരു മസാല ബോണ്ട കഴിക്കാനാണ് പറയുന്നത്. വെറും മസാല ബോണ്ടയ്ക്ക് ഇത്ര ഹൈപ്പാന്ന് ആലോചിക്കണ്ട. ഈ ഒരു മസാല ബോണ്ട പാറന്നൂര് മാത്രമേ കിട്ടുള്ളൂ. കേച്ചേരി അല്ല, കുന്നംകുളം അല്ല, തൃശ്ശൂരല്ല, കേരളത്തിൽ വേറെ എവിടെയും കിട്ടില്ല കേട്ടാ. അത്ര കിടിലൻ മസാല ബോണ്ടയാണ് ഇത്. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പ കിളിവും. പിള്ളേർക്കൊക്കെ ഒരു കുഞ്ഞ കഷ്ണം കൊടുക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി തീ സാധനമാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, നീ പാറന്നുകാരനായിട്ട് ഇത്ര അടിപൊളി സാധനം ഇവിടെ ഉള്ളപ്പോൾ നീ എന്താ ഇതിന്റെ ഒരു വീഡിയോ ഇടാത്തതെന്ന്. അതിന്റെ ഒരു കാരണം ഉണ്ട്, അത് ഞാൻ അവസാനം പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലച്ചുവിന്റെ കയ്യിലിരിക്കണതാണ് കേട്ടോ നമ്മളാ പറഞ്ഞ ആ മുതല്. ഇതാണ് വത്സേട്ടന്റെ പാറന്നൂരത്തെ, കേരളത്തിലത്തെ തന്നെ ഏറ്റവും നമ്പർ 1 മസാല ബോണ്ട. നമ്മൾ പാറന്നുകാർ തന്നെയാണ്. മത്സരന്റെ ചായപ്പടിയുടെ അടുത്ത് തന്നെ നമ്മുടെ വീട്. പക്ഷെ ചായ കുടിക്കാൻ വരുമ്പോഴേക്കും മത്സരന്റെ മസാല കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാന്ന് അറിയില്ല. അത് ഈ അടുത്തുള്ള നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് നല്ല പട പടയ്ക്കുക. അത് കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്യാം, മസാല വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കേണ്ട അവസ്ഥ പോകും. കുട്ടികൾക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അവർ വാശി പിടിച്ച കാരണം ചെറിയൊരു കഷ്ണം കൊടുത്തതിന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പൈസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എജാതി സ്പൈസി. അതിലൊരു പച്ചമുളക് കഴിച്ചതിന് ശേഷം അതിന്റെ മീതെ ചൂടുള്ള ചായ കുടിക്കണം. മോനെ സ്വർഗം. മിളകില്ലേ നോക്കി, പിള്ളേര് എരിയണതിന്റെ കേസ് ഇതാണ് കേട്ടോ. ഒരു 5-8 പീസെങ്കിലും ഉണ്ടാവും. പിന്നെ ഇതിലത്തെ സബോള നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച സബോള പോലെയാണ്. നല്ല കരിമുരി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലും പിന്നെ വത്സേട്ടൻ്റെ മസാല ബോണ്ടയിലും മാത്രമാണ് നിങ്ങൾക്ക് ഈ ബീട്രൂട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചോന്ന മസാല ബോണ്ട നിങ്ങൾ വേറെ എവിടെയാണ് കണ്ടുള്ളത്? ഒരുപാട് രഹസ്യ കൂട്ടുകളുണ്ട് കേട്ടോ അതിൽ. എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. കിടിലൻ സാധനമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ഐറ്റം. ഇത് ഇതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ വേറെ എവിടെയും വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സാധനമായിരിക്കും. വളരെ കുറവ് ആളുകളാണ്, പഴയ ആളുകൾ മാത്രമാണ് ഇത്. പഴം നോക്ക്, ഇതിൽ നോക്കുമ്പോൾ കാണാം, നോക്കി കാണിച്ചാണ്ട പഴത്തിൻ്റെ പീസുകൾ എടുക്കണേണ്ട. ഇങ്ങനെ പഴം ഇട്ടിട്ടുണ്ടാക്കണ പഴം ഉണ്ടാ. ഇതിനെന്താ നിങ്ങൾ വെറും ഉണ്ടാന്നൊക്കെ പറയും, പക്ഷെ പഴം ഇട്ട് ഉണ്ടാക്കണത് വളരെ റെയർ, ഭയങ്കര ടേസ്റ്റി ഉണ്ടാ. നിങ്ങൾ കണ്ടില്ലേ ഇതിൽ കറുപ്പ് കുത്തുകൾ കാണുന്നുണ്ട? ഇത് മൊത്തം പഴത്തിൻ്റെ ഉണ്ടാ. ഭയങ്കര പഴത്തിൻ്റെ ഒരു റിച്ച് ടേസ്റ്റാണ് ഉണ്ട് കേട്ടത്. ഇതും അതുപോലെ തന്നെ വേറെ എവിടെയും കിട്ടാത്തതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആളിത് സമ്മതിക്കാറില്ല. മൂപ്പർക്ക് അങ്ങനെ തിരക്കൊന്നും പറഞ്ഞത് വലിയ ഇഷ്ടമല്ല. ആളുകൾ കൂടുതൽ അറിയണതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് കാരണമാണ് നമ്മളിപ്പോൾ ആളിനെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ രണ്ടെണ്ണം മാത്രമല്ല, ഉള്ളിവട ഉണ്ട്, പിന്നെ അതുപോലെ കായ ബജ്ജി, മുട്ട ബജ്ജി, പഴംപൊരി, എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ മസാല ബോണ്ടി പഴമുണ്ടി വേറൊരാൾക്ക് മുട്ടാൻ പറ്റില്ല കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചായ കൂടിയല്ല, ചായ കുടിച്ചോണ്ടുള്ള ഈ ചർച്ചകളാണ് നാട്ടുമ്പുറങ്ങളിലെ ഏറ്റവും വലിയ വൈബ്. അപ്പൊ പാറന്നൂർ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മുടെ കട വരുന്നത്. പാറന്നൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി കഴിഞ്ഞാൽ ഈ വലത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കട.